ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ വർമ്മയെ സ്വാധീനിച്ചുകൊണ്ട് ഋതികയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് രോഹൻ. തുടർന്ന് രോഹൻ ഋതികയും കൊണ്ട് ഗൈനക്കോളജിസ്റ്റിന്റെ മുന്നിൽ പോയി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ ആരാണെന്ന് ഋതികയ്ക്ക് മനസ്സിലായോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ സ്കിൻ ഡോക്ടർ അല്ലേ എന്ന് ഋതിക ചോദിക്കുന്നു. ഋതികയുടെ മുഖത്തിനും കൈക്കുമൊക്കെ ഏറ്റ പൊള്ളല് കാണിക്കാനായി സ്കിൻ ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക എന്നുള്ള വ്യാജനയായിരുന്നു രോഹൻ ഋതികയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയത്. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, ഞാനൊരു സ്കിൻ ഡോക്ടറൊന്നുമല്ല, ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഗൈനക്കോളജിസ്റ്റോ എന്ന് അതിശയത്തോടെ ഋതിക ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, കുട്ടിയുടെ വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നും ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഋതിക. തുടർന്ന് ഋതിക ദേഷ്യത്തോടെ രോഹനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയും രമ്യയുമാണ്. രാജുവിൻ്റെ എന്തോ സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണി രാജുവിനെ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് രാജു ചോദിക്കുകയാണ്, എൻ്റെ എന്തോ സഹായം വേണമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എന്താ ഒന്നും പറയാത്തത്? രാജു, രമ്യയുടെ കഴുത്തിൽ താലി കെട്ടണം, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹമെന്നും രുക്മിണി പറയുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തൻ്റെ ബാഗിൽ നിന്നും താലിമാല എടുത്ത് രാജുവിനെ നേരെ നീട്ടുകയാണ് രമ്യ. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന രാജുവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിന്റെ റൂമിൽ നിന്നും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഋതികയാണ്. രോഹൻ ഋതികയുടെ പിന്നാലെ ചെല്ലുമ്പോൾ ഋതിക പറയുകയാണ്, ഇനി മേലിൽ എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. എങ്ങാനും നീ ഇനി വന്നാലേ ഋതികയുടെ മറ്റൊരു മുഖമായിരിക്കും നീ കാണാൻ പോകുന്നതെന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഋതിക. അതേസമയം പോകുന്ന വഴിക്കാണ് ഋതിക രാജുവിനെ നേരെ രമ്യ താലി നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും രാജു ഞെട്ടലോടെ നിൽക്കുന്ന കാഴ്ചയും കാണുന്നത്. ഇത് കണ്ട് ഞെട്ടലോടെ അവരെ നോക്കി നിൽക്കുന്ന ഋതികയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.